സ്വന്തമായ രാജ്യമില്ല, പക്ഷെ പാസ്പോർട്ടുണ്ട്. ലോകത്തിൽ തന്നെ അപൂർവം. അത് വെറും 500 പേർക്ക് മാത്രം. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ? പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നൽകുന്ന തിരിച്ചറിയൽ രേഖയാണ്. അതിനുമപ്പുറം ഓരോ രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകൾക്ക് ഓരോ പ്രത്യേകതകളും ഉണ്ട്. ചിലതിന് ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടേതിനേക്കാൾ കരുത്തും സ്വാധീനവും കൂടുതലായിരിക്കും. ഈ കരുത്ത് നിർണ്ണയിക്കുന്നത് അവരുടെ പൗരന്മാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ ലഭിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. മേൽപ്പറഞ്ഞ മാനദണ്ഡമാണ് നോക്കുന്നതെങ്കിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ട് ജപ്പാന്റേതാണ്. ജപ്പാൻ പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ലോകത്തിലെ 193 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നടത്താം. എന്തൊരു അതിശയമാണല്ലേ? എന്നാൽ കരുത്തിലല്ല, എത്ര പേരുടെ കൈവശമുണ്ടെന്ന കാര്യമാണ് നോക്കുന്നതെങ്കിൽ അപൂർവമായി അവകാശപ്പെടാൻ പറ്റിയ മറ്റൊരു പാസ്പോർട്ടുണ്ട്. വെറും 500-ൽ താഴെ ആളുകളുടെ കൈവശം മാത്രമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ പാസ്പോർട്ട് സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയുടേതാണ് ലോകത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവും അപൂർവവുമായ പാസ്പോർട്ട്. മാൾട്ട അഥവാ റിപ്പബ്ലിക് ഓഫ് മാൾട്ട എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട പലർക്കും പുതിയൊരു പേരായിരിക്കും. നൈറ്റ്സ് ഓഫ് മാൾട്ട എന്നും അറിയപ്പെടുന്ന ഓർഡർ ഓഫ് മാൾട്ടയെ ഏകദേശം 1000ഓളം വർഷത്തെ മതപരമായ കത്തോലിക്ക ക്രമം മാത്രമായല്ല അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷക പദവിയും ഭരണഘടനയുമുള്ള ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ട പ്രാദേശിക അധികാരപരിധിയില്ലാത്ത പ്രവർത്തിക്കുന്ന രാഷ്ട്രം കൂടിയാണ്. ഭൂമിയില്ലാത്ത രാഷ്ട്രം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇതുകൂടാതെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളും ദുരന്ത നിവാരണ പരിപാടികളും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ബജറ്റുള്ള മാനുഷിക സഹായ സംഘടന കൂടിയാണിത്. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും അപൂർവമായ പാസ്പോർട്ടിനെ കുറിച്ചാണല്ലോ. സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട തങ്ങളുടേതായ പാസ്പോർട്ട് മാത്രമല്ല, കാർ ലൈസൻസ് പ്ലേറ്റുകൾ, കറൻസി, സ്റ്റാമ്പുകൾ എന്നിവയും പുറത്തിറക്കുന്നുണ്ട്. ഓർഡർ ഓഫ് മാൾട്ടയുടെ പാസ്പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓർഡർ ഓഫ് മാൾട്ടയുടെ ചരിത്രം കൂടെ അറിയണം. 1099 ജെറുസലേമിൽ ഒരു ധീരസംഘം എന്ന നിലയിലാണ് നൈറ്റ്സ് ഉദ്ഭവിച്ചത്. 1530 സ്പെയിനിലെ രാജാവ് അവർക്ക് മാൾട്ടീസ് ദ്വീപ സമൂഹം സമ്മാനിച്ചു. എന്നാൽ പിന്നീട് 1978 ഫ്രഞ്ച് അധിനിവേശത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് നൈറ്റ്സിനെ മാൾട്ടയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ചരിത്രം. 1300കളിൽ ഓർഡർ ഓഫ് മാൾട്ടയുടെ നയതന്ത്രജ്ഞർ അംബാസഡർമാരായി പ്രത്യേക വിദേശ ദൗത്യം ഏറ്റെടുത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോഴാണ് ആദ്യത്തെ പാസ്പോർട്ട് നൽകിയത്. പിന്നീട് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ മറ്റ് രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളിൽ കാണുന്ന പൊതുവെ പ്രത്യേകതകൾ കൂട്ടിച്ചേർത്തു. ഇന്ന് സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയുടെ 500ഓളം നയതന്ത്ര പാസ്പോർട്ടുകൾ മാത്രമേ പ്രചാരത്തിലുള്ളൂ. സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയുടെ പരമാധികാര സമിതി അംഗങ്ങൾക്ക്, നയതന്ത്ര ദൗത്യ നേതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ പാസ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ പാസ്പോർട്ടിൻ്റെ കടും ചുവപ്പ് നിറം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം. ആകെ 44 പേജുകളാണ് പാസ്പോർട്ടിനുള്ളത്. ഫ്രഞ്ചിൽ ഓർഗനൈസേഷൻ്റെ പേര് സൂക്ഷിപ്പിക്കുന്ന സ്വർണ്ണ അക്ഷരങ്ങൾ പാസ്പോർട്ടിൻ്റെ പുറം പേജിൽ കാണാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് എന്നിവയുൾപ്പെടെ ചില രാജ്യങ്ങൾ ഈ പാസ്പോർട്ടിനെ യാത്രയ്ക്കുള്ള സാധുവായ ഐഡിയായി അംഗീകരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയുടെ നയതന്ത്ര പാസ്പോർട്ട് 3ൽ 2 ഷെങ്കൻ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെന്നും ഔപചാരിക നയതന്ത്ര ബന്ധങ്ങളില്ലെങ്കിലും ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായി അടുത്ത് സഹകരിക്കുന്നുവെന്നുമാണ് വിശദീകരണം.